എന്തേ സംസാരിച്ചേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ പോഡ്കാസ്റ്റ്. എൻ്റെ കൂടെ എന്നുള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമ്മുടെ പക്ഷെ മൈക്ക് ഓൺ ആയിട്ടില്ല. നമ്മുടെ കവർസ് ആൻഡ് ഹോം സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞ കമ്പനി. നിനക്കാണ് എക്സ്പീരിയൻസ് ഉള്ളത്. അതായത് എനിക്ക് ആശിക്കാട ആദ്യത്തെ ശിഷ്യൻ നേരിക്കണം അൽത്താഫ്. ആരഞ്ഞിരിക്കണം നോക്കട്ടെ. നിന്റെ മുഖത്തോട്ട് നോക്കൂടെ? പക്ഷെ നീ ചിരിക്കരുത്. നമ്മുടെ കവർസ് ആൻഡ് ഹോം സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഒഫീഷ്യലി ലോഞ്ച് ആയിട്ട് ഒരു 7-8 years ആയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നേ ഓൾറെഡി ഉണ്ട്. അതായത് ആശിക്ക മറ്റേ കർട്ടൻസിന്റെ ഇതിന് പോയിരുന്നു, സഹിച്ചേണ്ട ഒപ്പം കർട്ടൻസിന്റെ ഇതിന് പോയിരുന്നു. ഏകദേശം 10 years ഓൾമോസ്റ്റ് 10 years ആയിട്ട് ഉണ്ട്. അതെ അതെ, കമ്പനി ആയിട്ട് ഒരു 8 years 8 അല്ല, ഒരു 7-6 years എന്തായാലും ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആശിക്കയുടെ ഒപ്പം ആശിക്കയുടെ ഫസ്റ്റ് ശിഷ്യനായിരിക്കണത് നീയാണ്. ശരിയാണ്. സ്റ്റോക്ക് ഓടിക്കണ സമയത്താണ് ആദ്യം ഈ ഫീൽഡിലോട്ട് വന്നത്. ആശിക്കാരോടെയാണ് ആദ്യം ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അന്ന് 500-800 എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വലിയ എമൗണ്ട് ആണ്. നമുക്ക് അങ്ങനെ ഡെയിലി പൈസ കിട്ടണില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ, പിന്നെ ആ സമയത്ത് കൊറോണ ആയിരുന്നു, അപ്പൊ ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആശിക്ക ഇങ്ങനെ വിളിക്കും, ഫ്രീലാൻസ് പോലെ ജസ്റ്റ് ആശിക്ക വിളിക്കും, വർക്ക് ഉണ്ടാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഫ്രീ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ വർക്കിന് പോകും. ഞാൻ ഫസ്റ്റ് പോയത് കൊച്ചിയിലാണ്. അപ്പൊ എനിക്ക് ഇതിനെ പറ്റി ഒന്നും പരിപാടി അറിയില്ല. അപ്പൊ ആദ്യം ചെന്ന് സൈറ്റിൽ ചെന്നപ്പോ ആശിക്ക പറഞ്ഞ് പാക്കഡ് ആയിരുന്നു, പൊട്ടിക്കാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഓർമ്മയിൽ കോലഞ്ചേരിയിലാണ് ഞാൻ ആദ്യമായിട്ട് സൈറ്റിൽ. എനിക്ക് മറ്റേ ഇവിടെ ഈ റൌഫിന്റെ ഒപ്പം കടുങ്ങല്ലൂര്. അപ്പൊ ഇത് പൊട്ടിച്ചാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണാം. ഇതെങ്ങനെ കർട്ടനാണെന്ന് പറഞ്ഞിട്ട് ഇതെന്താ സംഭവം എന്നുള്ള ഒരു ഇതുണ്ടായി. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര. പക്ഷെ ഫിക്സിങ്ങിലോട്ട് നമ്മൾ അറിഞ്ഞപ്പോ എന്താ സിമ്പിൾ അല്ലേ, 2 ക്ലാവ് ജസ്റ്റ് അടിച്ച് ക്ലിപ്പ് ചെയ്തിടാവുള്ളൂ. ഇത്ര സിമ്പിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോ എന്തായിരിക്കും ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം എന്നൊക്കെ വിചാരിക്കും ആദ്യം. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യും അതിന്റെ അകത്ത്. അല്ല, ഈ കൊറോണ സമയത്ത് പോലീസിന്റെ ഇഷ്യൂ ഉണ്ടായില്ലേ? ഞാൻ പറയാം, ആ സമയത്ത് ഓൾ കേരള ചെയ്യണ്ടായിരുന്നല്ലോ. അപ്പൊ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകണമെങ്കിൽ ഒരു വെളുപ്പിന് ഒരു 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും സാധനങ്ങളായിട്ട്. എന്നിട്ട് ട്രിവാൻഡ്രം വരെയുള്ള സൈറ്റുകൾ ഫിക്സ് ചെയ്ത് പോകും. നമ്മുടെ മേക്കിംഗ് യൂണിറ്റ് ഇവിടെ, അതായത് സ്ട്രെച്ചിൽ പോകും. അത് തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് റിട്ടേൺ ഇങ്ങാട് കൊച്ചിക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സൈറ്റുകൾ എടുത്ത് വരും. അങ്ങനെ റൂട്ടീനായിട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഷോപ്പ് ഇട്ടത്. ഞാൻ പോയിട്ടുണ്ട് റൌഫിന്റെ ഒപ്പം ഒരു ലോഡ്. അതായത് അങ്ങനെ പോയിട്ട് അങ്ങനെ ഇപ്പൊ ഒരാഴ്ച എത്തുമ്പോ ഇങ്ങനെ പോയി ഓർമ്മല്ല, പോയുമ്പോ എത്തണില്ല, അങ്ങനെ സൈറ്റുകൾ തീരണില്ലാണ്ട ഒരു അവസ്ഥ. ഏറ്റവും നല്ലത് അങ്ങനെയാണ്, ക്ലബ് ചെയ്ത് പോകണ ഏറ്റവും നല്ലത്. നമ്മള് മറ്റേ ഞാൻ റൌഫും കൂടി മറ്റേ വണ്ടി മൊത്തം സാധനങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഒന്ന് സൈഡ് മിറർ ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര കുറച്ച് റിസ്ക് പരിപാടിയായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ആ സമയത്ത് നമ്മൾ ആ ഒരു തുടക്കത്തിന്റെ ഒരു ഇതുണ്ടായി, എല്ലാ സൈറ്റും ഒരുമിച്ച് ക്ലബ് ചെയ്തെടുക്കുക. പക്ഷെ ക്ലബ് ചെയ്തെടുക്കേണ്ട ഏറ്റവും നല്ലത്. പക്ഷെ ആശിക്കാൻ കിട്ടില്ല പ്ലാനിങ് ആയിരുന്നു. എന്താ ക്ലബ് ചെയ്യല് ഫുള്ള് ഇപ്പൊ നമുക്കാണെങ്കിൽ പറ്റൂല. പുള്ളി ഇങ്ങനെ കറക്റ്റ് പ്ലാൻ ചെയ്ത് പോകും, കറക്റ്റ് പ്ലാൻ ചെയ്ത് തിരിച്ചു വരും. പക്ഷെ പോയ സൈറ്റുകളൊക്കെ പിടിച്ചിട്ടേ വരുള്ളൂ. കാരണം അത് പിന്നെ പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എഫേർട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ മറ്റേ റഫ് കൊട്ടേഷന്റെ പരിപാടി ഇട്ടേക്കണത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ സൈറ്റിൽ ചെല്ലുമ്പോൾ പറയും, നീ ഇത് ഇട്ടേന് അൽത്താഫ് പൊക്കത്ത് ഉണ്ട്, അപ്പുറത്തെ വീടുണ്ട്, അപ്പുറത്തെ കസിന്റെ വീടുണ്ട്. എല്ലാ സൈറ്റിൽ ചെന്നാലും നമുക്ക് അതിനനുസരിച്ച് എമൗണ്ട് ഇത് ഫിനിഷ് ഇതുവരെ വിളിച്ചിട്ടില്ല. അതല്ലാണ്ട് വേറെ 1-2 കസ്റ്റമേഴ്സ് പറയാനുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഇങ്ങനത്തെ ഇവര് പറയണ കസ്റ്റമേഴ്സ് ആയിരിക്കില്ല വരുന്നത്. അല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മളെ വിളിക്കുന്നത്. ഇവിടെ ഫാൻസ് ചെയ്ത അപ്പുറത്തെ വീട്ടില് ആൾക്ക് ചെയ്യാനുണ്ട്. കസ്റ്റമർ ആയിരിക്കും വിളിക്കണം, ചെയ്യാനുള്ള ആളായിരിക്കും. ചിലവര് വിളിച്ച് പറയും നിങ്ങളുടെ നമ്പർ ഒന്ന് കൊടുക്കണുണ്ടെന്നുള്ള രീതിയിൽ പറയും. പിന്നെ ഒരു 6 മാസം പറഞ്ഞിട്ട് നമ്മളെ, പക്ഷെ അത് കിട്ടാണ്ടിരുന്നിട്ടുണ്ട്. അവര് വേറെ ടീമിന് വർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പോയി സൈറ്റ് വിസിറ്റ് എടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഒക്കെ മെയിൻ ഡൗട്ടാണ് വേറെ സംസ്ഥാനങ്ങൾ, എന്ന് വെച്ചാൽ കർണാടക പോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട്, തമിഴ്നാട് ബാംഗ്ലൂരൊക്കെ പോയി ചെയ്യണതല്ലേ. ഇപ്പൊ ലാസ്റ്റ് ബാംഗ്ലൂർ സൈറ്റില്. പക്ഷെ ഇത് ട്രാൻസ്പോർട്ടേഷൻ വരും, അതായത് നമുക്ക് ചെലവാണ ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും നമ്മൾ വാങ്ങിക്കും.
ഇപ്പൊ ലാസ്റ്റ് ബാംഗ്ലൂർ പോയപ്പോ ഇവനൊക്കെയാണ് പോയത്. ഇവനും ഫസലും കൂടിയാ പോയത്. ഞാനും ഫസലും കൂടി ബാംഗ്ലൂർ പോയി. അത് നമ്മ സാധനങ്ങൾ ഫസ്റ്റ് ഐറ്റംസ് കൊറിയർ അയച്ചു. ഇപ്പൊ മേക്ക് ചെയ്തിട്ട് ഐറ്റംസ് മേക്ക് ചെയ്തിട്ട് കൊറിയർ അയച്ചു. ഡയറക്റ്റ് നമ്മ ഇപ്പൊ കൊറിയർ അയച്ചിട്ട് നമ്മ അവിടെ സാധനം എത്തിന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ സുഖം മെസ്സേജ് അയച്ചു. അപ്പൊ അന്നല്ല പിറ്റേ ദിവസം എന്തോ കയറി. നമുക്ക് ഇവിടുന്ന് ഒരു 12-13 മണിക്കൂർ മതി. നമ്മ അന്നങ്ങനെ പോയെന്ന് വെച്ചാൽ എടപ്പള്ളിന്ന് ഒരു സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഒരു 12-13 മണിക്കൂറും കണ്ടും ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടായി. നമ്മുടെ ബാക്കി സാധനങ്ങൾ ഫിറ്റിംഗ് സാധനങ്ങളായ ഐറ്റംസ് ബാഗിലിട്ട് രണ്ടുപേരില്ലേ പീസാക്കിയത് പീസാക്കി ബാറ്ററി ഡ്രില്ലാണ് നമ്മുടെ. അപ്പൊ അത് പീസാക്കി നമ്മ ചെറിയൊരു സൈസിലുള്ളൂ. ലഗേജ് ഒക്കെ കൊടുത്ത് വെച്ചു. വേറെ ലഗേജ് ഒന്നും ഇല്ലല്ലോ. നമ്മ ഡ്രസ് പിന്നെ ഒരു ജോഡി കൊണ്ടുപോയുള്ളൂ. അന്ന് ഞങ്ങൾ അങ്ങനെ പോയി സാധനങ്ങളോടെ എത്തിന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതായത് 7 മണിക്ക് 7 മണിക്ക് എടപ്പള്ളിന്ന് കയറി. ഞങ്ങൾ കറക്റ്റ് ഒരു 6 മണിയായി. 7 മണി പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി. സുഖമായിട്ട് ഉറങ്ങിപ്പോയി. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോ ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വണ്ടിക്ക് നമ്മൾ വിചാരിച്ച് വണ്ടി നിർത്തി തരുമെന്ന്. അവരൊരു സ്ഥലത്ത് നിർത്തുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് ഞാൻ ചോദിച്ചാർന്ന് ജസ്റ്റ് നിർത്തി തരുന്നു. ചിലപ്പോ നിർത്തിയിട്ടുണ്ടാവും. അതറിയില്ല. ഞാൻ ചോദിച്ചു നിർത്തിയാ വെച്ചപ്പോ അവര് നിർത്തിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചെന്ന് ലൊക്കേഷനിൽ യൂബർ വിളിച്ച് നേരെ സൈറ്റിലും കസ്റ്റമറാണ്. ഞങ്ങൾ ചെന്നപാടി തന്നെ ഞങ്ങളെ കണ്ടതിന് പുള്ളിക്ക് മനസ്സിലായതാണ് ടയേർഡാണെന്ന് ചോദിച്ചു. ഫുഡ് കഴിച്ചുള്ള നേരെ വണ്ടി എടുത്തു കടയും പറഞ്ഞിട്ട് നേരെ വണ്ടി. ഞാൻ സൈറ്റിസ്റ്റ് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് പുള്ളി ഫാമിലിയോടൊപ്പം എന്നെ കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങിച്ചു തന്നു. ഉച്ചക്കുള്ള ഫുഡ്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്ന് പണി തുടങ്ങി. ഉച്ചക്കത്തെ ഫുഡ് പുള്ളി അവിടെ അവരവിടെ ഒരു അപ്പാർട്ട്മെന്റ് പോലെ തുടങ്ങി. അങ്ങനെ മനസ്സിലായി. അപ്പൊ അവര് പൊക്കത്തും അടിയിൽ ബാക്കി ഫുള്ള് റെന്റ് കൊടുത്താണ് സ്കീമാണ്. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പണിയൊക്കെ തീർന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോ അവിടെ നിന്നിട്ട് വരാനുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെ നോക്കിയപ്പോ എന്തിനാണ് സ്ലീപ്പർ എടുത്ത് കഴിഞ്ഞാൽ ഉറങ്ങിയാൽ പറ്റുമല്ലോ. സ്ലീപ്പർ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് വരുമ്പോഴേ എങ്ങാണ്ടപ്പോ രാത്രി കയറി. രാവിലെ വരുമ്പോഴേ ഇവിടെ എങ്ങാണ്ട് എടപ്പള്ളി ഇറങ്ങി നേരെ ഓഫീസിൽ നിന്ന് ടൂൾസ് ഒക്കെ വെച്ച് അന്ന് പിറ്റേ ദിവസം സുഖയിൽ തന്നെ ആലപ്പുഴയൊക്കെ കൊണ്ടുപോയി. ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരുന്നു. ആലപ്പുഴന്ന് മതിച്ചേട്ടൻ കടയെന്ന് ചെമ്മീനെ ഫുഡ് കഴിക്കാനാണ് ശരിക്കും പണിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞെന്താ ഇത്ര നേരം പറഞ്ഞു ഫുഡാണ് ഇതിന്റെ മെയിൻ. ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ടാ ഏറ്റവും നല്ല ഫ്രീഡം അല്ലെ. ഓഫീസ് നല്ല ഫ്രീഡം. അതായത് ഇന്ന സമയത്ത് ഇന്ന ടൈമിങ്ങിലാണ് നമ്മുടെ ഒരു ഇതിൽ അങ്ങനെ പണി തീർക്കാം. പണി ഫിനിഷിൽ തീർക്കാം. ഉടായ്പാണ് തീർക്കുന്നത്. അതായത് എത്രയും ബെറ്റർ. ഈ IT ഫീൽഡിലൊക്കെ പണിയെടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഇങ്ങനത്തെ. നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഒരു ഇതെങ്ങനെ തീർത്തിട്ട് വരാന്നുള്ള. ചിലവർക്ക് ഭയങ്കര കോട്ടയം സൈഡിലോട്ട് പോയിക്കാൻ എനിക്ക് ഫുഡിന്റെ കാര്യം കോട്ടയം പത്തനംതിട്ട ഭയങ്കര ഫുഡിന്റെ ഹോട്ടൽ തപ്പി നമ്മളാലേ വല്ല കഞ്ഞിക്കടയിലൊക്കെ കഞ്ഞിക്കട ഊണ്. അവിടെ എനിക്ക് ഏറ്റവും മോശമായിട്ട് കോട്ടയം പത്തനംതിട്ട ഫുഡ് അങ്ങനെ മര്യാദ കിട്ടൂല. ഇവിടെ ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ പോണെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ആലപ്പുഴ ഓക്കെയാണ്. സീ ഫുഡ് കിട്ടും. ഫുഡ് വൈസ് എനിക്ക് കോട്ടയം പത്തനംതിട്ട അത്ര ഇതായില്ല. പിന്നെ ഞായറാഴ്ച തുറക്കൂല. മെയിൻ കോട്ടയം കട പോലും ഉണ്ടാവില്ല. കോട്ടയത്ത് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് അതില് മറ്റേ ടൂട്ടി ഫ്രൂട്ടി പൈനാപ്പിള് നമ്മ ഇവിടെ ഇങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടാണെന്നറിയില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇങ്ങനെ കുറെ ഇതുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോ ഒരു ഇതുണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാ. നമ്മളുടെ ഒരു ഫ്രീഡത്തിന് നമുക്ക് വർക്ക് ചെയ്യാം. മെയിൻ ആയിട്ട് അതാണ്. അതുകൊണ്ടല്ലേ ഹെൽത്താഫൊക്കെ 7 കൊല്ലമായിട്ട് ഇവിടെ തന്നെ പോവാത്ത സെറ്റല്ല. ബാക്കിയുള്ളടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് മറ്റേ ടൈമിംഗ് വർക്ക് ഉണ്ടല്ലോ. അതായത് മറ്റേ ബാഗ് ഇട്ട് രാവിലെ 9:00 വന്ന് ഇവിടെ 9:00 എത്തണം. പക്ഷേ അങ്ങനെ ആ ഒരു വൈബാണ്. കറക്റ്റ് സിസ്റ്റത്തിന് മുന്നിൽ പോയിരുന്ന് ഉച്ചക്ക് 1 മണിയാകുമ്പോൾ ബ്രേക്ക് ഫുഡ് കഴിക്കണം. 2 മണിയാകുമ്പോൾ തിരിച്ചു തരണം. നമ്മുടെ ടൈമിംഗ് ഒക്കെ പക്കയാണെങ്കിലും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രഷർ. നമുക്ക് വണ്ടി പോവാ സൈറ്റ് എവിടെയാന്ന് വെച്ചാൽ പോവാ. ഡെയിലി പക്കയായിട്ട് തീർക്കാം. അതായത് ഒരു ദിവസം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വർക്കുള്ളൂ. പക്ഷെ അങ്ങോട്ട് ട്രാവലിംഗ്. പക്ഷെ ആ ട്രാവലിംഗ് നമ്മ ഒറ്റക്കല്ല. നമ്മുടെ കൂടെ ആൾക്കാർ നമുക്ക് ആ ഒരു വൈബിൽ ഇങ്ങനെ പോയി വരാം. അല്ലാണ്ട് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പോയി അങ്ങനത്തെ ഒരു ഇതില്ല. ഒറ്റക്കാണെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. സെറ്റായിട്ട് ചെയ്യാം. അപ്പൊ